സാറ്റർഡേ ആണ്. അപ്പോൾ നമ്മളൊന്ന് പുറത്തിറങ്ങാമെന്ന് വിചാരിച്ചു. കാരണം നോക്കൂ, നല്ല ലൈറ്റാണ്, നല്ല സൺലൈറ്റാണെന്ന്. 25 ഡിഗ്രി സെൽഷ്യസ് ആണ് ഇറ്റ്സ് ടെമ്പറേച്ചർ. സോ വി ഡിസൈഡഡ് ടു ഗോ ഫോർ എ ഷോപ്പിംഗ്. നോ, ആക്ച്വലി ഷോപ്പിംഗ് അല്ല, ലൈബ്രറിയിൽ ബുക്ക് കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. എന്നിട്ട് വേറെ ബുക്ക് എടുക്കുക. ആമിക്കിപ്പോൾ ലീവാണല്ലോ, അപ്പോൾ ഭയങ്കര ബോറടിയാണ്. അപ്പോൾ നമ്മൾ ലൈബ്രറി ബുക്സ് വീണ്ടും വീണ്ടും വാങ്ങിക്കലാണ് പരിപാടി, ലെൻഡ് ചെയ്യലാണ് പരിപാടി. അപ്പോൾ അതിനുവേണ്ടി പോകാനുള്ള പരിപാടിയാണ്. ലൈറ്റില്ല ഇവിടെ, ഇപ്പുറത്ത് ലൈറ്റ്. അപ്പോൾ അത് ചെയ്യാൻ പോവുകയാണ്. അതിൻ്റെ കൂടെ ഞാൻ ഒന്ന് ബൂട്ട്സ് കയറി എൻ്റെ മുഖമൊക്കെ ഒരുമാതിരി വൃത്തികേടാവുന്നുണ്ട്. അപ്പോൾ സ്കിൻ കെയർ പ്രൊഡക്ട്സ് ട്രൈ ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. ഇതുവരെ അങ്ങനെ വല്ലാതെ ട്രൈ ചെയ്തിട്ടില്ല. അങ്ങനെയൊക്കെ ഉണ്ടോ? ആ ശരി. ഞങ്ങൾ പ്രിമാർക്ക് ഒരു എവിടെ പോയാലും കയറുന്നൊരു സ്ഥലമായതുകൊണ്ട് അവിടെ ഇങ്ങോട്ടൊന്ന് കയറും. പക്ഷേ ഷോപ്പ് ചെയ്യാതിരിക്കാൻ ഞാൻ മാക്സിമം ശ്രമിക്കും. ആമി എന്നെ കൊണ്ട് ശ്രമിപ്പിക്കും ഷോപ്പ് ചെയ്യാതിരിക്കാൻ, അല്ലേ? ഓക്കെ, അപ്പോൾ അവിടെ വെച്ച് കാണാം. ലൈബ്രറിയിലോട്ട് വന്ന് ഞങ്ങളെ നിരാശയാക്കിക്കൊണ്ട് ലൈബ്രറി ഇനി അടുത്ത ട്യൂസ്ഡേ വരെ ലീവാണെന്ന് പറഞ്ഞു. ഞങ്ങൾ കുറേ ബുക്സ് എഴുതിയും കൊണ്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നു. കാര്യമില്ല, ലൈബ്രറി അടച്ച കാരണം നമ്മൾ നേരെ പ്രൈമാർക്കിൽ ബൂട്ട്സ് പോവും. അത് കഴിഞ്ഞ് പ്രൈമാർക്ക് പോവും. അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോകും. നമ്മളൊന്നും ഫുഡൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ചുമ്മാ ഒരു കറക്കം. ഇന്നൊരു അടിപൊളി സണ്ണി ഡേ ആയത് കാരണം നമുക്ക് കടയിലൊക്കെ ഇറങ്ങാമെന്ന് വിചാരിച്ച് വന്നതാണ്. കേൾക്കാനുണ്ടോയെന്ന് അറിയില്ല, ഭയങ്കര സൗണ്ടാണ് ഇവിടെ മ്യൂസിക്കിൻ്റെ. ഞങ്ങളൊരു ബോബ ടീ ഓർഡർ ചെയ്യാൻ വേണ്ടി പോവാണ് ഫസ്റ്റ്. അത് കഴിഞ്ഞ് നമ്മൾ ബൂട്ട്സ് പോയി കുറച്ച് സ്കിൻ കെയർ ഐറ്റംസ് വാങ്ങും. എൻ്റെ ഇവിടെയൊക്കെ കണ്ടോ കളർ വരാൻ തുടങ്ങി. അപ്പോൾ ഇതുവരെ ഞാൻ ഒരു മേക്കപ്പോ സ്കിൻ കെയറോ ചെയ്തിരുന്നില്ല. സോ നൗ ഐ എം ഗോയിങ് ടു സ്റ്റാർട്ട് സ്കിൻ കെയർ. അപ്പോൾ അതിൻ്റെ ഭാഗമായി ബൂട്ട്സ് പോയി കുറച്ച് സാധനങ്ങളും കൂടെ വാങ്ങിക്കണം. ഇതാണ് നമ്മുടെ ഇന്നത്തെ പ്ലാന്. നമ്മൾ ലൈബ്രറി പോകാമെന്നുള്ള പ്ലാൻ ഉണ്ടായിരുന്നു, പക്ഷേ ലൈബ്രറി അടച്ചിരിക്കുക തോന്നുന്നു. അപ്പോൾ ഞങ്ങൾ ബുക്സൊക്കെ കുറഞ്ഞത് വെറുതെ ആയി. അപ്പോൾ what is that? Passion fruit cake. It's passion fruit cake. Okay. Where do we put this? Mama, where do we put the food? Just hold it tight. How is it? It's amazing. ഇതെന്ത് ഈ ബബിൾ കിട്ടുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഫൺ. ഇതിൻ്റെ ഫൺ എലമെൻ്റ് അതാണ്. The black ones are better. Yeah, take it. Let's go. സ്കിൻ കെയറിൻ്റെ സെഷനിലോട്ടാണ് പോകുന്നത്. വേറെ എന്തോ ഞാൻ എടുത്തത്. മിറർ കണ്ടാൽ എങ്ങനെ ഞാൻ വിടും? ചെറുപ്പത്തിലുള്ള ശീലമാണ്. ഷാമ്പൂ ഇവിടെ കുറച്ച് സ്കിൻ കെയർ പ്രൊഡക്ട്സ് ഒക്കെ വാങ്ങി. കുറച്ച് അധികമായി, പക്ഷേ പ്രൊഡക്ട്സ് വാങ്ങുമ്പോൾ നല്ലത് വാങ്ങണം എന്നുള്ളൊരു കോൺസെപ്റ്റിലാണ് വാങ്ങിയത്. വർക്ക് ചെയ്യുന്നുണ്ടോ ഞാൻ പിന്നെ പറയാട്ടോ. ഇത് പ്ലാനിലില്ലായിരുന്നല്ലോ എന്നല്ലേ നിങ്ങൾ ചിന്തിക്കുന്നത്? അതാണ് എൻ്റെ പ്രശ്നം. ഈ ബോഡി ഷോപ്പ് കണ്ടു കഴിഞ്ഞാൽ അപ്പം ഞാൻ അവിടെ കയറും എന്തെങ്കിലും ട്രൈ ചെയ്യും. അവിടെ ഒരു ബ്രിട്ടീഷ് റോസ് എന്ന് പറഞ്ഞ സാധനമുണ്ട്, അത് എപ്പോഴും ഞാൻ ട്രൈ ചെയ്യും. എനിക്ക് എന്തോ ഒരു ഹരമാണ് ഷോപ്പിംഗ്.
which lip balm you suggest basically? I have very dry lips. Okay, very dry lips, and we would probably say see the hemp. Okay. Hemp's one of our best sellers because it does like a 3-in-1. Yeah. So it'll do like a repair, prevent, and protect. So if you find that your lips dry out quite quickly, But actually this was not, I tried this. But you've this tried was that not one. working. You didn't like it, did you not? Yeah. Have you tried do you like a pot? Yeah. Have you What is tried it? the butters? No. Right, so hold on then. Because we just got the butters back in stock, so we have in mango and shea. So Okay. sheas are like most hydrating ones, so will be. Okay, this one you suggest. But it's a wee bit more Do nourishing. you have any trying pack? Trying one? We don't have really a Try try me in like the. Hold on. Actually, hold on. Yeah. Is it okay? This will stay for long? They do last for usually anything between like 2 hours to about 4 hours, so they would. Smells so nice. It's beautiful. That's the wee shea and plum one. Mango? You know that shea and plum? So it's the same one. അങ്ങനെ ചുമ്മാ പോയി ഞാനൊരു ലിപ് ബാം വാങ്ങാൻ തീരുമാനിച്ചു. ഷെയൻ പ്ലം എനിക്ക് ഭയങ്കര നന്നായി വർക്ക് ചെയ്യുന്ന പോലെ തോന്നി. മാംഗോൻ്റെ സ്മെല്ലും വൈബൊക്കെ അടിപൊളിയാണ്, പക്ഷേ എനിക്ക് കൂടുതൽ വർക്കായത് ഷെയൻ പ്ലം ആണ്. You like the best, right? Yeah, actually that works for me. അപ്പോൾ പെട്ടെന്നൊരു ആലോചന, എന്നാൽ പിന്നെ ടിൻറ്റഡ് ലിപ് ബാം വാങ്ങിയാൽ പോരെ. അത് ഇവിടെ ആകുമ്പോൾ ബോഡി ഷോപ്പിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കെമിക്കൽസ് ഉണ്ടാവില്ല. അവർ നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആണ് യൂസ് ചെയ്യുന്നത്. വിചാരിച്ചു എന്നാൽ പിന്നെ ലിപ്സ്റ്റിക്കിൻ്റെ ആവശ്യമില്ലല്ലോ, അപ്പോൾ ടിൻറ്റഡ് ലിപ് ബാം വാങ്ങാൻ. അങ്ങനെ അതായി പിന്നെ അടുത്തത്. Pink one suits you. But this one suits me, right? The other one looks better on you. Well, this looks very nice, very nice. No, that's it. No, that's okay. So that is 12. അങ്ങനെ ഞാൻ ലിപ് ബാമും ടിൻറ്റഡ് ലിപ് ബാമും വാങ്ങി. അപ്പോഴാണ് അവർ പറഞ്ഞത് ഒരു 4 പൗണ്ടും കൂടെ എക്സ്ട്രാ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ലക്കി ഡിപ്പ് പരിപാടി ഉണ്ട്, അതിന്നൊരു ഓഫറായിട്ടുള്ളൊരു സാധനം എടുക്കാൻ പറ്റുന്നു. അപ്പോൾ പിന്നെ അതും കൂടെ എന്താല്ലേ. സോ നമ്മൾ ബോഡി ഷോപ്പിൽ പോയി അത്യാവശ്യം നന്നായി ഷോപ്പ് ചെയ്തു. എനിക്ക് ബോഡി ഷോപ്പിൽ എപ്പോൾ പോയാലും ഞാൻ എന്തെങ്കിലും ഷോപ്പ് ചെയ്യും. Trust me, it's so nice. ഈസ് ഡിഫറെൻറ്റ് തിങ്. പക്ഷേ അത് വിലയും കൂടുതലാണ്. പക്ഷേ ഇറ്റ്സ് ലൈക്ക് ആനിമൽ ക്രൂവൽറ്റി ഇല്ലാത്ത, അധികം കെമിക്കൽസ് ഇല്ലാത്ത പ്രൊഡക്ട്സ് ആണ് ബോഡി ഷോപ്പിൽ ഉണ്ടാവുക. It's amazing. ലിപ് ബാം ഒക്കെ ഇപ്പോൾ മാംഗോ ലിപ് ബാം ആണെങ്കിൽ മാംഗോൻ്റെ എക്സാക്ട് ടേസ്റ്റ് ആയിരിക്കും, എക്സാക്ട് ഫീൽ ആയിരിക്കും നമുക്ക് കിട്ടുക. സോ ഐ വിൽ ഷോ യു ഓൾ ദ പ്രൊഡക്ട്സ് ലേറ്റർ. ബൈ. എന്തായാലും പ്രൈമാർക്കിലൊന്ന് പോയി വരിക എന്നുള്ളത് ഒരു ആചാരം പോലെയാണ് എനിക്ക്. അതുകൊണ്ട് ചുമ്മാ പ്രൈമാർക്കിൽ കയറാൻ തീരുമാനിച്ചു. ചിലപ്പോൾ നമുക്ക് ഈ ഓഫറിൽ നമുക്ക് ഡ്രസ്സൊക്കെ കിട്ടുമേ. അപ്പോൾ എനിക്കിപ്പോൾ ഡ്രസ്സിൻ്റെ ഒന്നും ഒരു കുറവുമില്ല, പക്ഷേ ചുമ്മാ ഒന്നവിടെ പോയി വരാനുള്ളൊരു രസം അത്രേ ഉള്ളൂ. ആമിയുടെ ബോബ് ഇതുവരെ കഴിഞ്ഞിട്ട്. The best part, in my opinion, is the body shop. It's so nice. ഡ്രസ്സൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു, നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെ. That's nice wearing white, isn't it? 9.2. It's very nice. എന്തെങ്കിലും തെങ്ങപ്പുണ്ണാക്കി വില കുറവുള്ള സാധനം ഉണ്ടാവും. എന്നെ വെറുതെ പൈസ ചിലവാക്കിപ്പിക്കാൻ വേണ്ടി ഓരോ സാധനങ്ങൾ. ഇവിടെ ഒരു നല്ല സ്കേർട്ട് ഉണ്ടായിരുന്നു, പക്ഷെ ഇതിപ്പോൾ കാണാനില്ല. ബോബോ ഇതുവരെ തീരാത്താണ്. ഈ ഡ്രസ്സും പ്രൈമാർക്കാണ് കേട്ടോ, പക്ഷെ ഞാനിതൊന്നും ഇതിൻ്റെ നേരെ കൂടി ഒരു ടോപ്പ് ഇട്ടിട്ടതാണ്. ആക്ച്വലി ഇത് സ്ലീവ്ലെസ് ആയൊരു ഡ്രസ്സാണ്, പക്ഷെ എനിക്ക് ഇത് കംഫർട്ടായി ഇടാൻ പറ്റില്ല. ലിപ്സ് രസമുണ്ടല്ലേ. ഇറ്റ് ലുക്സ് ഗുഡ് ആക്ച്വലി. യൂസ് ആസ് വെൽ. Thank you. കുട്ടികൾ യൂസ് ചെയ്യുമ്പോൾ അധികം കെമിക്കൽസ് ഇല്ലാത്ത വേണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ബോഡി ഷോപ്പിൽ പോയിട്ട് ആക്ച്വലി ലിപ് ബാം വാങ്ങിയത്. കാരണം ഇവിടെ ലിപ് ബാം ഒരു മസ്റ്റ് സാധനമാണ്. അപ്പോൾ അധികം കെമിക്കൽസ് ഇല്ലാത്തത് യൂസ് ചെയ്യുന്നതല്ലേ നല്ലത് വിചാരിച്ചിട്ടാണ് നമ്മളത് വാങ്ങിച്ചത്. അത് ഞാൻ യൂസ് ചെയ്തിട്ട് ഞാൻ നിങ്ങളോട് പറയാട്ടോ. ഇതൊക്കെയാണ് പ്രൈമാർക്കിൻ്റെ വിശേഷങ്ങൾ. ഞാൻ ചിലപ്പോൾ പ്രൈമാർക്കിൽ നിന്നൊന്നും വാങ്ങിക്കില്ല, പക്ഷേ ജസ്റ്റ് ഫോർ വിൻഡോ ഷോപ്പിംഗ്. ദിസ് ഇസ് സ്കേർട്ട്. ലാർജാണ്. എനിക്കിവിടുത്തെ ലാർജ് ഒന്നും പാകല്ല, സോ വെറുതെ നോക്കുന്നേ ഉള്ളൂ. ഞാനൊന്നും വാങ്ങിക്കുന്നില്ല ഇപ്പോൾ, കാരണം നമ്മൾ ഐസ്ലാൻഡിൽ പോയിട്ട് ആകെ മൂഞ്ചിരിക്കുകയാണ്. ഐസ്ലാൻഡിൽ പോയതിനു ശേഷം എനിക്ക് കുറേ കാശ് ചിലവായി. അപ്പോൾ അത് കാരണം ഇപ്പം ഞാൻ വാങ്ങിക്കുന്നത് Amma, do you want the rest?
ഒന്നും ചെയ്യുന്നത് ഒരു നല്ല പരിപാടി അല്ലാത്തതുകൊണ്ട് സാലറിയും വെറുതെ കളയണ്ടല്ലോ എന്നുള്ളൊരു സംഭവത്തിൽ ഞാനൊന്നും വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ബട്ട് സ്റ്റിൽ ഐ ഡു വിൻഡോ ഷോപ്പിംഗ്. That skirt's really nice. Yeah, but I'm not gonna buy. Look, this is nice. It will look nice if you like put this under if you put a black top under this, it looks nice. എന്തെങ്കിലും കണ്ണിലുടക്കും എന്നുള്ളത് പ്രത്യേകം പറയണ്ടല്ലോ. ഒന്ന് ട്രൈ ചെയ്യാത്തൊരു പരിപാടി എനിക്കില്ല. അങ്ങനെ ഞാനൊരു സ്കേർട്ടും ടോപ്പും ട്രൈ ചെയ്തു. ഒന്നും വാങ്ങാൻ വരാതെ കുറച്ച് ബുക്സ് കൊണ്ടുപോയി ലൈബ്രറിയിൽ കൊണ്ടുപോയിട്ട് റിട്ടേൺ ചെയ്യാൻ വിചാരിച്ച ഞാൻ ഇവിടെ വന്ന് Instead we went to the boba shop and ബോബ ഷോപ്പ് അത് ഓക്കെ കുറച്ച് സ്കിൻ കെയർ പ്രൊഡക്ട്സ് വാങ്ങാൻ വേണ്ടിയും വന്നൊരു ഞാൻ ഇപ്പോൾ ഒരുപാട് പൈസ ചിലവാക്കി. പ്രൈമാർക്കിൽ പോയി 2 പാവാടയൊക്കെ എടുത്ത് കുറേ കാശ് ചിലവാക്കിയ പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ so I'm addicted to shopping. So I'll tell you something. She has warned you from the beginning that she is a shopaholic. So now we have told you that. So if you were not expecting this is the usual thing, right? Yeah, this is a usual thing. I'm used to it. You are used to it and she is very controlled person. എന്നെ പോലെയല്ല, എന്നേക്കാൾ പക്വതുണ്ട്. കടയിൽ പോയാലൊന്നും അങ്ങനെ അനാവശ്യമായ സാധനങ്ങളൊന്നും എൻ്റെ കുട്ടി ചോദിക്കില്ല. ഞാൻ അവളിൽ നിന്നും കുറേ കാര്യങ്ങൾ കണ്ടുപഠിക്കാനുണ്ടെന്ന് എനിക്കറിയാം. എന്തോ ചെയ്യാൻ, ഞാൻ കുട്ടികളൊക്കെ അങ്ങനെയൊക്കെ പഠിപ്പിച്ചു പോയി നല്ല രീതിയിൽ. അങ്ങനെ അപ്പോൾ ഞങ്ങൾ തിരിച്ചു പോയിട്ട് ഒന്നും ഫുഡ് വെച്ചിട്ടില്ല. അപ്പോൾ തന്നെ 1:30 സമയമായി. ഈ സൺലൈറ്റ് കണ്ടുകൊണ്ട് മാത്രം ഇറങ്ങിയതാണ്. അപ്പോൾ ഇനി ചെന്നിട്ട് വേണ്ട ചിക്കൻ അവിടെ ഉണ്ട്. ചിക്കൻ ഒരു ഫ്രൈ ചെയ്യണം, ഒരു ചോറും വയ്ക്കണം. അപ്പോൾ ഇതാണ് നമ്മുടെ ഷോപ്പിംഗ്. ഇനി ഞാൻ ഈ ബസ്സിലും കൂടെ കയറുന്ന ഒരു കാര്യം കൂടെ കാണിച്ചു തരാം. നമ്മുടെ ബസ്സിൽ ഡബിൾ ഡെക്കറാണ്. നമുക്ക് പറ്റുവാണെങ്കിൽ ബസ്സിൻ്റെ ഡബിൾ ഡെക്കർ മുകളിലെ സീറ്റിൽ തന്നെ ഇട്ട് നമുക്ക് തിരിച്ചു പോകണം. 2-way ടിക്കറ്റ് എടുത്തതുകൊണ്ട് ഇറ്റ്സ് ഫൈൻ. നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ കാശ് കൊടുക്കണ്ട. അപ്പോൾ വി ആർ ഹെഡിങ് ടു ദ ബസ് സ്റ്റേഷൻ. ബസ് വെയിറ്റിംഗ് സ്റ്റേഷനിൽ വന്ന് നിൽക്കുവാണ്. ഇവിടെ സാധാരണ ചുവന്ന ബസ്സുകൾ വരാറുണ്ട്, ലോങ് ബസ്സുകളാണ്. ഇന്ന് ബസ്സിലാണ്ടോ 2ാമത്തെ ഡബിൾ ഡെക്കറാണ്. അങ്ങനത്തെ ഒരു ബസ് കിട്ടുകയാണെങ്കിൽ നമുക്ക് മുകളിൽ പോയിരിക്കാം, ഇല്ലെങ്കിൽ നമ്മൾ കിട്ടിയ സീറ്റിൽ ഇരിക്കുന്നതായിരിക്കും. ബസ് സ്റ്റേഷനിൽ ബസ്സും വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. പക്ഷേ എൻ്റെ നാട്ടിൽ പോയതുകൊണ്ടാണ് ഇത്രയും കഷ്ടം. അല്ലെങ്കിൽ നമുക്ക് ഒരു ലിഫ്റ്റൊക്കെ കിട്ടിയേനെ, ഇങ്ങോട്ട് കൊണ്ടുവന്ന് വിടുകയും കൊണ്ടാക്കുകയൊക്കെ ചെയ്തായിരുന്നു. വി മിസ് ഹിം ഡോണ്ട് യു? അപ്പോൾ പ്രശാന്ത് കാണുന്നുണ്ടെങ്കിൽ ഹീസ് ഹാവിങ് ഫൺ ദെയർ. പക്ഷെ ഞങ്ങൾ ഒട്ടും ഫണ്ണ് കുറയ്ക്കുന്നില്ല. ഇവിടെ വന്ന് ഞങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ഞങ്ങൾ ഫണ്ണാവുന്നുണ്ട്. മാത്രമല്ല ഇവിടുത്തെ വെതർ വളരെ നല്ലതാണ്. അപ്പോൾ അത് കാരണം ഇപ്പോൾ നല്ല ബസ് വരുന്നു. Daddy, if you're listening to this, right, we have to tell you something. When you're away, all the good weather comes. It's in a way true. അപ്പോൾ നമ്മൾ ബസ് വരണം കാണാനുണ്ട് അവിടെ. അത് എങ്ങോട്ടാണ് പോകണം നോക്കിയിട്ട് വരാം. നമ്മൾ 2-day പാസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വരാം. നോർമൽ ബസ്സാണ് കിട്ടിയത് ഗൈസ്. അങ്ങനെ നമ്മൾ ബസ് സ്റ്റാൻഡിൽ നിന്നും പോകാനുള്ള തരത്തിലാണ്. അപ്പോൾ വീണ്ടും സന്ധിക്കും വരെ വണക്കം.